Hello friends, welcome to English Speaking Club. അപ്പോൾ പാഠം 9 നമ്മൾ പഠിച്ചത് വിൽ ബി, ഷാൽ ബി, ക്യാൻ ബി, മേ ബി. ഇതൊരു സെന്റൻസിൽ വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് സെന്റൻസിലായാലും നെഗറ്റീവ് സെന്റൻസിലായാലും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിലായാലും അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ടാസ്ക് നിങ്ങൾക്കുണ്ടായിരുന്നു. ടാസ്ക് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം, ഐ തിങ്ക് യു ഡാഷ് ഹാപ്പി വിത്ത് യുവർ ന്യൂ ജോബ്. അപ്പോൾ നിങ്ങളുടെ പുതിയ ജോലിയിൽ നിങ്ങൾ ഒരുപാട് സന്തോഷത്തിലായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ആയിരിക്കും എന്നുള്ള അർത്ഥം കിട്ടാൻ നമുക്കറിയാം ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് വിൽ ബി എന്നുള്ള യൂസേജ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിൽ ബി ആണ് യൂസ് ചെയ്യേണ്ടത്. ഐ തിങ്ക് യു വിൽ ബി ഹാപ്പി വിത്ത് യുവർ ന്യൂ ജോബ്. രണ്ടാമത് നോക്കുകയാണെങ്കിൽ ഷീ ഡാഷ് റെഡി ബൈ 6 PM. ഇവിടെ കൊടുത്തിട്ടുണ്ട് നെഗറ്റീവ് സെന്റൻസ് ആണ്. ഇപ്പം നെഗറ്റീവ് ഉണ്ടാക്കാൻ നമുക്കറിയാം വില്ല് കഴിഞ്ഞൊരു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ എന്താണ് ആ സെന്റൻസ് നെഗറ്റീവായി വേറെ ഒരു മാറ്റവും ആ പോസിറ്റീവ് സെന്റൻസിന് വരുത്തേണ്ടതായിട്ടില്ല. അപ്പോൾ ഇവിടെ എങ്ങനെ പറയും? ഷീ വിൽ നോട്ട് ബി റെഡി ബൈ 6 PM അല്ലേ, അവൾ 6 മണിയാകുമ്പോഴേക്കും തയ്യാറായിരിക്കില്ല എന്നുള്ളതാണ് ആ സെന്റൻസിന്റെ അർത്ഥം. മൂന്നാമത്തെ സെന്റൻസ് നോക്കുകയാണെങ്കിൽ അതൊരു ചോദ്യമാണ്. നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ ഇവിടെ ടു നൈറ്റ് കഴിഞ്ഞിട്ട് എന്താണ് അവിടെ ഒരു ചോദ്യചിഹ്നമുണ്ട്. അപ്പോൾ ഈ യൂസേജുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ മനസ്സിലാക്കണം. നമ്മൾ വില്ലിൽ സ്റ്റാർട്ട് ചെയ്യുക, അത് കഴിഞ്ഞ് നമ്മൾ എന്താണ് സബ്ജക്റ്റ് എഴുതുക, പിന്നെ ബി എഴുതുക, അത് കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം എഴുതുക. അവസാനം ഒരു ചോദ്യചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ ആ സെന്റൻസ് എന്താണ് ക്വസ്റ്റ്യൻസ് ആയി മാറി. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ വില്ലിൽ സ്റ്റാർട്ട് ചെയ്യുക, അത് കഴിഞ്ഞ് നമ്മൾ സബ്ജക്റ്റ് പറയുക, അത് കഴിഞ്ഞ് ബി പറയുക, അത് കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം എഴുതിയാൽ മതിയാകും. ഇങ്ങനെ പറയും, വിൽ യുവർ ബ്രദർ ബി അറ്റ് ഹോം ടുനൈറ്റ് എന്നുള്ളതാണ് ആ സെന്റൻസിനെ നമ്മൾ ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റി കഴിഞ്ഞാൽ കിട്ടുന്നത്. നാലാമത്തെ നോക്കുകയാണെങ്കിൽ ദേ ഡാഷ് അറ്റ് ദ മീറ്റിംഗ് ടുമാറോ. ഇല്ല, ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. ഇവിടെ നെഗറ്റീവും ഇല്ല, ക്വസ്റ്റ്യൻസും ഇല്ല. നാളെ അവർ ആ മീറ്റിംഗ് ഉണ്ടായിരിക്കും എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ നമ്മൾ വിൽ ബി ഉപയോഗിക്കുന്നത്. അവിടെ പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഡയറക്റ്റ് വിൽ ബി യൂസ് ചെയ്യാം. ദേ വിൽ ബി അറ്റ് ദ മീറ്റിംഗ് ടുമാറോ എന്നുള്ളതാണ്. ഇനി അടുത്ത് നോക്കാം. അഞ്ചാമത്തത് ഇവിടെ നെഗറ്റീവ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം അവിടെ വിൽ നോട്ട് ബി ആണ് വരേണ്ടത് അല്ലേ. ഇറ്റ് വിൽ നോട്ട് ബി റെയിനിങ് നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച എന്താണ് മഴ ഉണ്ടായിരിക്കില്ല അല്ലേ, ആയിരിക്കില്ല എന്ന അർത്ഥം കിട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്നത് വിൽ നോട്ട് ബി എന്നുള്ളതാണ്. ഇവിടെ സബ്ജക്റ്റ് കഴിഞ്ഞ് നമ്മൾ വിൽ നോട്ട് ബി എഴുതിയപ്പോൾ എന്താണ് ആ സെന്റൻസ് നെഗറ്റീവായി മാറി എന്നുള്ളതാണ്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ വി ഡാഷ് ലേറ്റ് ഫോർ ദ മൂവി. വി വിൽ ബി ലേറ്റ് ഫോർ ദ മൂവി. ഞങ്ങൾ ആ സിനിമ കാണുന്നതിലേക്ക് കുറച്ച് താമസിച്ചായിരിക്കും എന്താണ് എത്തിച്ചേരുക എന്നുള്ള അർത്ഥം കിട്ടുന്നതിന് വേണ്ടിയാണ് അവിടെ നമ്മൾ വിൽ ബി എന്നുള്ള യൂസേജ് ഉപയോഗിച്ചത്. ഇവിടെ അവസാന സെന്റൻസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ഒരു ചോദ്യചിഹ്നമുണ്ട്. അത് എന്താണ് ക്വസ്റ്റ്യൻസ് ആണ്. വില്ല് കഴിഞ്ഞ് സബ്ജക്റ്റ് കഴിഞ്ഞ് നമ്മൾ ബി ചേർക്കുക എന്നുള്ളതാണ് അല്ലേ. ഇവിടെ ദേ ആണ് സബ്ജക്റ്റ്. അപ്പം നമ്മൾ വില്ലിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, വിൽ ദേ, അത് കഴിഞ്ഞ് ബി എഴുതുക. ഏബിൾ ടു ഫിനിഷ് ദ പ്രോജക്റ്റ് ഓൺ ടൈം അല്ലേ. വിൽ ദേ ബി ഏബിൾ ടു ഫിനിഷ് ദ പ്രോജക്റ്റ് ഓൺ ടൈം എന്നുള്ളതാണ്. അവർക്ക് പ്രോജക്റ്റ് സമയത്ത് ചെയ്തു തീർക്കുവാൻ സാധിക്കുമോ എന്നുള്ള അർത്ഥം കിട്ടുന്നതിന് വേണ്ടിയാണ് അവിടെ നമ്മൾ എന്താണ് വിൽ ബി ഉപയോഗിച്ചത്. അപ്പൊ വിൽ ബി പോലെ തന്നെയാണ് ഷാൽ ബി, ക്യാൻ ബി, മേ ബി. ഇതൊക്കെ നമുക്ക് ഈ സെന്റൻസ് ഉപയോഗിക്കാം. അത് സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇത് ശരിയായെന്ന് കരുതുന്നു. ഇനി നമുക്ക് പാഠം 10 പഠിച്ചു തുടങ്ങാം. ഇനി പാഠം 10 നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാസ് ഓർ ഹാവ്. ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്തർത്ഥമാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഉണ്ട് എന്നുള്ള അർത്ഥം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഹാസ് ഓർ ഹാവ് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത്. അത് സബ്ജക്റ്റ് ഒരാളാണെങ്കിൽ സിംഗുലർ ആണെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞ് ഹാസ് എന്നും ഒന്നിൽ കൂടുതൽ ഐ ആണെങ്കിലോ ഹാവ് എന്നും എഴുതി കഴിഞ്ഞ് വെർബിന്റെ നൗൺ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ട് എന്നുള്ള അർത്ഥമാണ് കിട്ടുന്നത്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആയിട്ടുള്ള ഉദാഹരണങ്ങളാണ് കാണുന്നത്. ഹി ഡാഷ് എ കാർ. അപ്പൊ ഞാൻ പറഞ്ഞു സബ്ജക്റ്റ് ഒരാളാണെങ്കിൽ സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഹി എന്ന് പറഞ്ഞാൽ അവനാണ്, ഒരാളാണ്, അതുകൊണ്ട് നമ്മൾ ഹാസ് എഴുതുന്നു അല്ലേ. അപ്പൊ ഈ ഹാസ് എ കാർ, അവനൊരു കാർ ഉണ്ട് എന്നുള്ള അർത്ഥമാണ്. രണ്ടാമത്തെ സെന്റൻസ് നോക്കുകയാണെങ്കിൽ ഷീ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, ഒരാളാണ്, അവൾ എന്നുള്ള അർത്ഥമാണ്. അവിടെ നമുക്ക് എന്താണ് ഹാസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ട് എന്നുള്ള അർത്ഥം കിട്ടും. എന്തുണ്ട്? എ ലാപ്ടോപ്പ്, ഒരു ലാപ്ടോപ്പ് ഉണ്ട് എന്നുള്ള അർത്ഥം കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇവിടെ നമ്മൾ ഈ ഹാവ് എന്നും ഷീ ഹാവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള യൂസേജ് ആണ്. കാരണം സിംഗുലർ ആണെങ്കിൽ മാത്രം നമ്മൾ എന്താണ്, ഒരാളാണെങ്കിൽ നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. ദ ബോയ് എന്ന് പറഞ്ഞാൽ ആ കുട്ടി, ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മളിവിടെ ഹാസോ ഹാവ് ആണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. ദ ബോയ് ഹാസ് എ ടോയ് ഇല്ലേ, ആ കുട്ടിക്ക് ഒരു കളിപ്പാട്ടം ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഒന്നിൽ കൂടുതൽ വ്യക്തികൾ, അതായത് സബ്ജക്റ്റ് പ്ലൂറൽ ആയിട്ടുള്ള എന്താണ് സാഹചര്യങ്ങൾ നമ്മൾ ഹാസ് അല്ല ഹാവ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ദേ ഹാവ് കാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കാറുകൾ ഉണ്ട് എന്നുള്ളതാണ്. അവിടെ ദേ ഹാസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം സബ്ജക്റ്റ് ദേ എന്ന് പറഞ്ഞാൽ അവരാണ്, ഒന്നിൽ കൂടുതലാണ്. അതുപോലെ രണ്ടാമത്തെ സെന്റൻസിൽ വി ഡാഷ് ലാപ്ടോപ്സ് എന്നാണ് അല്ലെ. നമുക്കറിയാം വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മളെന്നാണ്, ഒന്നിൽ കൂടുതലാണ്. അവിടെ നമ്മൾ ഹാസ് അല്ല ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. അത്തരത്തിൽ ഹാവ് കഴിഞ്ഞ് നമ്മൾ എന്താണ് നൗൺ പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന അർത്ഥം ഉണ്ട് എന്നുള്ളതാണ്. വി ഹാവ് ലാപ്ടോപ്സ്, ഞങ്ങൾക്ക് ലാപ്ടോപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ്.
ഇനി അടുത്ത സെന്റൻസ് ദ ബോയ്സ് എന്നുള്ളതാണ്. ആദ്യത്തെ സെന്റൻസ് നമ്മൾ ദ ബോയ് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ദ ബോയ്സ് എന്നുള്ളതാണ്, ആ കുട്ടികൾ എന്നുള്ളതാണ്. ഒന്നിൽ കൂടുതൽ എന്താണ് കുട്ടികളുണ്ട്. അത്തരത്തിൽ അവിടെ ഒന്നിൽ കൂടുതലാകുമ്പോൾ നമുക്കറിയാം ഹാസിന് പകരം നമ്മൾ ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ നൗൺ പറയുന്നു ടോയ്സ് എന്നുള്ളത് അല്ലേ. എങ്ങനെ പറയുന്നു? ദ ബോയ്സ് ഹാവ് ടോയ്സ് അല്ലേ, ആ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഐ എന്ന സബ്ജക്ട്, ഞാൻ പറഞ്ഞു ഐ എന്ന സബ്ജക്ട് ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലൂറൽ ആയിട്ടാണ്, ഒന്നിൽ കൂടുതലായിട്ടാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ ഐ എന്ന സബ്ജക്ട് നമ്മൾ റോക്കി ബായ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, കാരണം അത്രയ്ക്ക് പവർഫുൾ ആണ്. അപ്പോൾ ഐ എന്ന സബ്ജക്ട് നമ്മൾ എപ്പോഴും സിംഗിൾ ആയിട്ടുള്ള ഓക്സിലറി വെർബ് ഉപയോഗിക്കില്ല, പ്ലൂറൽ ആയിട്ടുള്ള ഓക്സിലറി വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഐ ഹാസ് എന്ന് പറയില്ല, ഐ ഹാവ് എന്നേ പറയുള്ളൂ അല്ലേ. അപ്പോൾ ഐ ഹാവ് എ ബൈക്ക്, എനിക്കൊരു ബൈക്ക് ഉണ്ട് എന്നുള്ളതാണ്. അടുത്ത സെന്റൻസ് ഒക്കെ ആണെങ്കിൽ ഐ ഹാവ് എ ന്യൂ ഫോൺ, എനിക്ക് പുതിയൊരു ഫോൺ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ സബ്ജക്റ്റ് ഒരാളാണെങ്കിൽ സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഹാസ് എന്നും, ഒന്നിൽ കൂടുതലോ ഐ ആണെങ്കിലോ ഹാവ് എന്നും എഴുതി നൗൺ എഴുതുകയാണെങ്കിൽ ആ സെന്റൻസിൽ നമുക്ക് ഉണ്ട് എന്നുള്ള അർത്ഥമാണ് കിട്ടുന്നത്. അപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ ഉണ്ട് എന്ന് പറയാൻ പഠിച്ചു, അതുപോലെ തന്നെ നമ്മൾ ഇല്ല എന്ന് പറയാനും അറിഞ്ഞിരിക്കണം. അപ്പൊ ഹാസ് ഓർ ഹാവിന്റെ നെഗറ്റീവ് ആണ് ഇല്ല എന്ന് നമ്മൾ പറയാൻ ഇംഗ്ലീഷ് ഉപയോഗിക്കേണ്ടത്. അതിന് നമ്മൾ സബ്ജക്റ്റ് ഒരാളാണെങ്കിൽ നമ്മൾ ഡസ് നോട്ട് ഹാവ് എന്നും, ഒന്നിൽ കൂടുതലോ ഐ ആണെങ്കിലോ നമ്മൾ ഡു നോട്ട് ഹാവ് എന്നുമാണ് എഴുതേണ്ടത്. നമ്മൾ ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എനിക്കുണ്ട് അല്ലെങ്കിൽ എനിക്കില്ല എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളതാണ്. അപ്പൊ അവർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ എന്താണ് അവർക്ക് പ്രശ്നങ്ങൾ ഇപ്പോൾ ഇല്ല ഇന്നൊക്കെ നമ്മൾ പറയണമെങ്കിൽ അത് ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാസ് ഹാവും ഉണ്ട് എന്നാണെങ്കിൽ ഡസ് നോട്ട് ഹാവും ഡു നോട്ട് ഹാവും ഇല്ല എന്നുള്ള അർത്ഥമാണ് നമുക്ക് തരുന്നത്. ഇപ്പൊ സബ്ജക്റ്റ് ഒരാളാണെങ്കിൽ നമുക്ക് ഡസ് നോട്ട് ഹാവ് എന്നാണ് എഴുതേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാം സിംഗുലർ സബ്ജക്റ്റ് ആണ്, ഒരാളായിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ആദ്യത്തെ സബ്ജക്റ്റ് ഹി ആണ്, അവൻ എന്ന് പറഞ്ഞാൽ ഒരാളാണ്. രണ്ടാമത്തത് ഷീ എന്നാണ്, അവളെന്ന് പറഞ്ഞാൽ ഒരാളാണ്. ദ ബോയ്, ആ കുട്ടി എന്ന് പറഞ്ഞാൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഡസ് നോട്ട് ഹാവ് എന്ന് എഴുതി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഉപയോഗിക്കുന്ന നൗൺ നമുക്ക് ഇല്ല എന്നുള്ള അർത്ഥമാണ് തരുന്നത്. ഇപ്പൊ എന്താണ്? ഹി ഡസ് നോട്ട് ഹാവ് എ കാർ, അവനൊരു കാർ ഇല്ല എന്നുള്ള അർത്ഥമാണ് ഈ സെന്റൻസ് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ ഷീ ഡസ് നോട്ട് ഹാവ് എ ലാപ്ടോപ്പ് അല്ലെ, അവൾക്ക് ഒരു ലാപ്ടോപ്പ് ഇല്ല എന്നുള്ള അർത്ഥമാണ് ഈ സെന്റൻസ് തരുന്നത്. ദ ബോയ് ഡസ് നോട്ട് ഹാവ് എ ടോയ് അല്ലെ, ആ കുട്ടിക്ക് ഒരു കളിപ്പാട്ടം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഉണ്ടെന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാസ് ആണ്. സിംഗുലർ ആണെങ്കിൽ അതിന്റെ നെഗറ്റീവ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഡസ് നോട്ട് ഹാവ് ആണ്. ഇപ്പൊ ഡസ് നോട്ട് ഹാവും ഡു നോട്ട് ഹാവും രണ്ടും സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നമ്മൾ അവിടെ അവസാനം ഹാവ് ആണ് പറയേണ്ടത്. ഇപ്പൊ ഡസ് നോട്ട് ഹാസ് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിൽ ഒരു എന്താണ് യൂസേജ് ഇറങ്ങിയിട്ടില്ല. മിക്കവാറും അടുത്ത വർഷമല്ല ഇറങ്ങുമായിരിക്കും, ആ സമയത്ത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഒരു യൂസേജേ ഇല്ല. ഡസ് നോട്ട് ഹാവ് തന്നെയാണ്, ഡു നോട്ട് ഹാവ് തന്നെയാണ്, രണ്ടിലും ഹാവ് തന്നെയാണ്. ഇവിടെ സിംഗുലറോ പ്ലൂറലോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ഇനി സബ്ജക്റ്റ് പ്ലൂറൽ ആയിട്ടുള്ള എന്താണ് സെന്റൻസുകൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ദേ എന്ന് പറഞ്ഞാൽ അവരാണ്, ഒന്നിൽ കൂടുതലാണ്, നമുക്കറിയാം പ്ലൂറൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. വി എന്ന് പറഞ്ഞാലും ഒന്നിൽ കൂടുതലാണ്. ദ ബോയ്സ് എന്ന് പറഞ്ഞാലും ഒന്നിൽ കൂടുതലാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചേർക്കേണ്ടത് എന്താണ്? ഡസ് നോട്ട് ഹാവ് അല്ല, പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഡു നോട്ട് ഹാവ് ആണ് നമുക്കറിയാം അല്ലെ. അപ്പൊ അവർക്ക് കാറുകളില്ല എന്ന് നിങ്ങൾ എങ്ങനെ പറയും? ദേ ഡസ് നോട്ട് ഹാവ് എന്നാണോ ദേ ഡു നോട്ട് ഹാവ് എന്നാണോ? അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ ഡു നോട്ട് ഹാവ് എന്നാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ദേ ഡു നോട്ട് ഹാവ് കാർസ്, ദേ ഡോണ്ട് ഹാവ് കാർസ് എന്ന് നമുക്ക് ഷോർട്ട് ഫോമിൽ പറയാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ സെന്റൻസിൽ എന്താണ്? ഞങ്ങൾക്ക് ലാപ്ടോപ്പുകൾ ഇല്ല എന്നുള്ളതാണ്. വി ഡു നോട്ട് ഹാവ് ലാപ്ടോപ്സ് അല്ലെ. അതുപോലെ എന്താണ്? കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളില്ല. ദ ബോയ്സ് ഡു നോട്ട് ഹാവ് ടോയ്സ് അല്ലെ, കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ഐ എന്ന സബ്ജക്ട് നോക്കാം. നമുക്ക് ഐ നമ്മൾ പ്ലൂറൽ ആയിട്ടാണ്, റോക്കി ബായ് ആയിട്ടാണ് ഇംഗ്ലീഷിൽ ട്രീറ്റ് ചെയ്യുന്നത്. പവർഫുൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് സിംഗുലർ ആയിട്ടുള്ള ഒരു ഓക്സിലറി വെർബും എന്താണ് ഐ എന്ന സബ്ജക്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്ലൂറൽ ആയിട്ടുള്ള ഓക്സിലറി വെർബുകൾ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇപ്പൊ ഐ ഡു നോട്ട് ഹാവ് എ ബൈക്ക്, എനിക്കൊരു ബൈക്ക് ഇല്ല. ഐ ഡു നോട്ട് ഹാവ് എ ഫോൺ, എനിക്ക് പുതിയൊരു ഫോൺ ഇല്ല എന്നാണ് ആ സെന്റൻസിന്റെ അർത്ഥം. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ നെഗറ്റീവ് സെന്റൻസുകൾ ഇംഗ്ലീഷിൽ ഉണ്ടാക്കേണ്ടത്, ഇല്ല എന്നുള്ള അർത്ഥം കിട്ടാൻ. അപ്പൊ ഇംഗ്ലീഷിൽ ഉണ്ട് എന്ന് പറയാനും അതുപോലെ തന്നെ ഇല്ല എന്ന് പറയാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഉണ്ട്, ഇല്ല, ഉണ്ടോ, ഇതാണ് ആ യൂസേജ് എന്ന് പറയുന്നത് അല്ലേ. എന്തെങ്കിലും നിങ്ങൾക്കുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്കൊരു കാറുണ്ടോ, നിങ്ങൾക്കൊരു വീടുണ്ടോ, നിങ്ങൾക്ക് നല്ലൊരു ജോലി ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കേണ്ടതായിട്ട് വരും. അത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. ഉണ്ടോ എന്ന് ചോദിക്കാൻ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഡസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാവ് എന്നും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഒന്നിൽ കൂടുതലോ ഐ ആണെങ്കിലോ ഡു പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാവ് എന്നും എഴുതി അവസാനം നമ്മൾ ചോദ്യചിഹ്നം ഇടുകയാണ് വേണ്ടത്. ഇപ്പൊ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഒന്നാണെങ്കിൽ നമ്മൾ ഡസ്സിൽ ആരംഭിക്കുക, അത് കഴിഞ്ഞ് സബ്ജക്റ്റ് എഴുതുക, പിന്നെ നമ്മൾ ഹാവ് എഴുതി നൗൺ ഏതാണോ അത് എഴുതി അവസാനം ഒരു ചോദ്യചിഹ്നം ഇടുക എന്നുള്ളതാണ്. ഒന്നാമത്തെ സെന്റൻസ് നോക്കുകയാണെങ്കിൽ ഡസ് ഹി ഹാവ് എ കാർ ഇല്ലേ, അവനൊരു കാർ ഉണ്ടോ എന്നുള്ളതാണ്.
ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡസ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഹി എഴുതി, പിന്നെ നമ്മൾ ഹാവ് എഴുതി, അത് കഴിഞ്ഞ് നൗൺ എഴുതി, അവസാനം ഒരു ചോദ്യചിഹ്നം വിട്ടു. അത് സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഡസ്സിൽ ആരംഭിച്ചത്. പ്ലൂറലോ ഐ ആയിരുന്നെങ്കിലോ സബ്ജക്റ്റ് നമ്മൾ എന്തിൽ ആരംഭിച്ചേനെ? ഡു എന്ന ഓക്സിലറിൽ ആരംഭിച്ചേനെ. അടുത്ത സെന്റൻസ് നോക്കുകയാണെങ്കിൽ ഡസ് ഷീ ഹാവ് എ ലാപ്ടോപ്പ്? അവൾക്ക് ഒരു ലാപ്ടോപ്പ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അവൾ എന്നുള്ള സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ടാണ് ഇവിടെ ഡസ്സിൽ ആരംഭിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ സബ്ജക്റ്റ് എഴുതി, പിന്നെ ഹാവ് എഴുതി, അത് കഴിഞ്ഞ് നൗൺ എഴുതി, അവസാനം ഒരു ചോദ്യചിഹ്നം ഉപയോഗിച്ചു. അടുത്ത സെന്റൻസ് നോക്കുകയാണെങ്കിൽ ഡസ് ദ ബോയ് ഹാവ് എ ടോയ്? ആ കുട്ടിക്ക് ഒരു കളിപ്പാട്ടം ഉണ്ടോ എന്നുള്ളതാണ്. ആ സെന്റൻസിൽ ഡസ്സിൽ ആരംഭിച്ചുകൊണ്ട് സബ്ജക്റ്റ് എഴുതി, ഹാവ് എഴുതിയതിനു ശേഷം നൗൺ കഴിഞ്ഞു, അവസാനം ഒരു ചോദ്യചിഹ്നം ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന അർത്ഥം. ഇനി സബ്ജക്റ്റ് ഒന്നിൽ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ പ്ലൂറൽ ആണെങ്കിൽ നമുക്ക് അവിടെ നമ്മൾ ഉണ്ടോ എന്ന് ചോദിക്കാൻ നമുക്കറിയാം. ഡു എന്ന ഓക്സിലറിയിൽ ആരംഭിക്കുക, അത് കഴിഞ്ഞ് സബ്ജക്റ്റ് എഴുതുക, ഹാവ് എഴുതി, അത് കഴിഞ്ഞ് നൗൺ എഴുതി, അവസാനം ഒരു ചോദ്യചിഹ്നം ഇടുക എന്നുള്ളതാണ്. ഇവിടെ അവർക്ക് കാറുണ്ടോ എന്ന് ചോദിക്കാൻ നമുക്കറിയാം അവർ എന്ന് പറഞ്ഞാൽ ദേ ആണ്, ഒന്നിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡു എന്ന ഓക്സിലറിയിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഡു കഴിഞ്ഞ് നമ്മൾ സബ്ജക്റ്റ് എഴുതി, പിന്നെ നമ്മൾ ഹാവ് എഴുതി, അത് കഴിഞ്ഞ് കാർസ് എന്നുള്ള നൗൺ ഉപയോഗിച്ചു, അവസാനം ഒരു ചോദ്യചിഹ്നം ഇട്ടു അല്ലെ. എങ്ങനെ പറഞ്ഞു? ഡു ദേ ഹാവ് കാർസ്? അവർക്ക് കാറുകൾ ഉണ്ടോ എന്നുള്ളതാണ് ആ സെന്റൻസിന്റെ അർത്ഥം. അടുത്ത സെന്റൻസ് ഞങ്ങൾക്ക് ലാപ്ടോപ്പുകൾ ഉണ്ടോ എന്നുള്ളതാണ്. ഇവിടെ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ്. അവിടെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ വി ആണ്. അത് ഒന്നിൽ കൂടുതൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡൂൽ ആരംഭിക്കുക, അത് കഴിഞ്ഞ് വി എന്ന സബ്ജക്റ്റ് എഴുതുക, പിന്നെ ഹാവ് എഴുതി, ലാപ്ടോപ്സ് എന്നുള്ള എന്താണ് നൗൺ എഴുതിയതിനു ശേഷം അവസാനം ഒരു ചോദ്യചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ലാപ്ടോപ്പ് ഉണ്ടോ എന്നുള്ള അർത്ഥമാണ് ആ സെന്റൻസ് നമുക്ക് നൽകുന്നത്. ഇനി ആ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. നമുക്കറിയാം അവിടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആയതുകൊണ്ട് നമ്മൾ ഡൂൽ ആരംഭിക്കുക, അത് കഴിഞ്ഞ് സബ്ജക്റ്റ് ദ ബോയ്സ് എന്ന് എഴുതുക, പിന്നെ നമ്മൾ എന്താണ് ഹാവ് എഴുതുക, അത് കഴിഞ്ഞ് നമ്മളുടെ ടോയ്സ് എന്നുള്ള നൗൺ എഴുതി, അവസാനം ഒരു ചോദ്യചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ ആ സെന്റൻസ് നമുക്ക് നൽകുന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾക്ക് എന്താണ് കളിപ്പാട്ടങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഐ എന്ന സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് ഐ പ്ലൂറൽ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡു പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ഹാവ് എന്നുള്ള സെന്റൻസിന്റെ സ്ട്രക്ചർ തന്നെയാണ് അവിടെ ചോദ്യം ചോദിക്കാൻ, ഉണ്ടോ എന്ന് ചോദ്യം ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത്. എനിക്കൊരു ബൈക്ക് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഡൂൽ ആരംഭിക്കുക, അത് കഴിഞ്ഞ് സബ്ജക്റ്റ് ഐ എഴുതുക, പിന്നെ ഹാവ് എഴുതുക, പിന്നെ നമുക്കറിയാം എ ബൈക്ക് എന്നുള്ള നൗൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചോദ്യചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഉണ്ടോ എന്നുള്ള അർത്ഥം നമുക്ക് കിട്ടും. ഡു ഐ ഹാവ് എ ബൈക്ക് അല്ലെ, എനിക്കൊരു ബൈക്ക് ഉണ്ടോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡു ഐ ഹാവ് എ ന്യൂ ഫോൺ? എനിക്ക് പുതിയൊരു ഫോൺ ഉണ്ടോ എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ഉണ്ടെന്ന് പറയാൻ ഹാസ് ഓർ ഹാവും, ഇല്ല എന്ന് പറയാൻ ഡസ് നോട്ട് ഹാവും, ഡു നോട്ട് ഹാവും, ഉണ്ടോ എന്ന് ചോദിക്കാൻ ഡസ് പ്ലസ് സബ്ജക്ട് പ്ലസ് ഹാവ് അല്ലെങ്കിൽ ഡു പ്ലസ് സബ്ജക്ട് പ്ലസ് ഹാവുമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ ഉണ്ടോ എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പം എന്താണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ സാധിക്കുമെന്നുള്ളതാണ്. ഇനി എത്രത്തോളം നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ടാസ്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് ഹാസും ഹാവും അതുപോലെ തന്നെ ഡസ് നോട്ട് ഹാവും ഡു നോട്ട് ഹാവും അല്ലെങ്കിൽ അതിന്റെ ചോദ്യ രൂപങ്ങളും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ 8 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ എന്താണ് നെഗറ്റീവ് ആണ്, ചിലത് പോസിറ്റീവ് ആണ്, അതുപോലെ തന്നെ എന്താണ് ചിലത് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഡേ 11 കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് 8ാമത്തെ ചോദ്യത്തിൽ എ ലോട്ട് ഓഫ് എന്ന് വന്നിട്ടുണ്ട്. പല കൂട്ടുകാരും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന സമയങ്ങളിൽ എപ്പോഴും ലോട്ട് ഓഫ് എന്ന് മാത്രം പറയും. അങ്ങനെ ലോട്ട് ഓഫ് എന്ന് പറഞ്ഞൊരു യൂസേജ് ഇംഗ്ലീഷിലില്ല. ഒന്നുകിൽ നമ്മൾ എ ലോട്ട് ഓഫ് എന്നോ അല്ലെങ്കിൽ എന്താണ് ലോട്ട്സ് ഓഫ് എന്നോ എഴുതേണ്ടത് കേട്ടോ. ഇവിടെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഷീ ഹാസ് എ ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഷീ ഹാസ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് എന്ന് പറയാം. അല്ലാതെ ഷീ ഹാസ് ലോട്ട് ഓഫ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഈ പാഠത്തിൽ ഞാൻ ഷെയർ ചെയ്ത കാര്യങ്ങൾ എല്ലാ കൂട്ടുകാർക്കും നല്ലതുപോലെ മനസ്സിലായെന്ന് കരുതുന്നു. ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്താണ് ഷെയർ ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.